ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല. ഇത് നമ്മൾ ഏറെ കേട്ടിട്ടുള്ള ഒരു പഴമൊഴിയോ പഴഞ്ചൊല്ലോ ഒക്കെയാണ്. പക്ഷെ ഇതിന്റെ പ്രഭവ കേന്ദ്രം ശ്രീ പിണറായി വിജയൻ എന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും ഇതിൽ പരാമർശിക്കപ്പെടുന്ന പാർട്ടി CPI മാർക്സിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് കേരളത്തിലെ പാർട്ടിയുമാണ്. എന്താണ് പാർട്ടിയുടെ നിഗൂഢമായ രീതികൾ? മനുഷ്യർക്ക് മനസ്സിലാകാത്ത, പൊതുജനത്തിന്, ജനസാമാന്യത്തിന് ബുദ്ധിമുട്ടാകുന്ന, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യം എന്താണ്? അത് പാർട്ടിയുടെ രീതികളാണ്. ആ രീതികൾ ഒരിക്കൽ കൂടി പൊതുജന സമക്ഷം എത്തുകയാണ്. ശ്രീമതി ആര്യ രാജേന്ദ്രൻ എന്ന മേയറുടെ അടുത്ത കാല ചെയ്തികൾ. ഏറെ സംസാരിച്ച വിഷയമാണല്ലോ. ഒരു ബസ് ഡ്രൈവറും ആര്യ രാജേന്ദ്രനും തമ്മിൽ നടന്ന വാക്ക് പോരാട്ടവും അതിനുശേഷം സംഭവിച്ച പരാതികളുടെ, ഇരുവശത്തും നടന്നുള്ള പരാതികൾ, അതേക്കുറിച്ചുള്ള സംഭവത്തിന്റെ വിവരണമല്ല ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഇതിന്റെ പശ്ചാത്തലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ കേരളത്തിലെ പ്രവർത്തന രീതികളിലേക്കുള്ള ഒരു എത്തിനോട്ടം. അതിന്റെ നേതാക്കൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, പൊതുവെ അഭിപ്രായം വരുന്ന ഒരു കാര്യമാണ്, പാർട്ടി നേതാക്കൾ കാട്ടുന്ന ധാർഷ്ട്യം. അത് പത്രസമ്മേളനത്തിലാകട്ടെ, കടക്ക് പുറത്തു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതായിക്കൊള്ളട്ടെ, പല പാർട്ടി നേതാക്കളും നടത്തുന്ന വളരെ ധാർഷ്ട്യം നിറഞ്ഞ പ്രസ്താവനകളായിക്കൊള്ളട്ടെ, മറ്റ് ആളുകളോട് നടത്തുന്ന ധാർഷ്ട്യം നിറഞ്ഞ പ്രസ്താവനകളായിക്കൊള്ളട്ടെ, അപ്പോഴും ഈ വളരെയധികം നന്മകൾ ചെയ്യുകയും പുരോഗമന പ്രസ്ഥാനമെന്ന് പൊതുവെ കരുതപ്പെടുകയും ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അതിന്റെ ആദർശത്തിനും കളങ്കമാകുന്നു ചില വ്യക്തിപരമായ നേതാക്കൾ എന്ന വ്യക്തികൾ. അത് പാർട്ടിയല്ല, നേതാക്കളാണ്. നേതാക്കൾ വ്യക്തിപരമായി നടത്തുന്ന ചില പരാമർശങ്ങൾ. ഈ പരാമർശങ്ങൾ പാർട്ടിക്ക് തള്ളുകയും ചെയ്യാം, കൊള്ളുകയും ചെയ്യാം. EP ജയരാജൻ നടത്തിയ പരാമർശം പാർട്ടി എങ്ങനെയാണ് ഉൾക്കൊണ്ടത് എന്നത് നമ്മൾ ഈ അടുത്ത സമയത്ത് കണ്ടതാണ്. ഇവിടെ ആരോപണ വിധേയമായ ഇരിക്കുന്ന ആള് ശ്രീമതി ആര്യ രാജേന്ദ്രൻ എന്ന വളരെ ചെറുപ്പക്കാരിയായ മേയറാണ്. തിരുവനന്തപുരം നഗരത്തിന്റെ മേയർ. സാധാരണ മേയറെ കുറിച്ചുള്ള നമ്മുടെ ഒരു സങ്കല്പം, ഒരു ജനത്തിന്റെ സങ്കല്പം, ഒരു മാതൃസ്ഥാനീയായ, ഒരു സുരക്ഷ നൽകുന്ന, നഗരത്തിന് ഒരു തണലാകുന്ന, ഒരു സുരക്ഷ നൽകുന്ന ഒരു സങ്കല്പം, അത് ഒരു അധികാര കേന്ദ്രം എന്നതിനേക്കാൾ കൂടുതൽ ഒരു സിംബോളിക് ഒരു ആണ്. അത് മാത്രമല്ല, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, ജനങ്ങളുമായിട്ട് ഇടപഴകാൻ കഴിയുന്ന, അപ്രോച്ചബിൾ ആകുന്ന ഒരു മേയർ. അങ്ങനെയുള്ള മേയർമാരെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് തിരുവനന്തപുരം. ഇതിന് മുൻപ് മേയർ ആയിരുന്നിട്ടുള്ള CPM തന്നെ നഗരസഭ ഭരിച്ചിരുന്നപ്പോൾ മേയറായിരുന്ന ശ്രീമതി ചന്ദ്രികയുണ്ട്. അതിനു മുമ്പുള്ള പലരുമുണ്ട്. വനിതകൾ വന്നിട്ടുണ്ട് മേയർ സ്ഥാനത്തേക്ക്. അവരെല്ലാം വിദ്യാസമ്പന്നരും നല്ലപോലെ അന്തസ്സായി പെരുമാറുന്നവരുമായിരുന്നു. പക്ഷേ ഒന്നിനു പുറകെ ഒന്നായി ശ്രീമതി ആര്യ രാജേന്ദ്രനെ കുറിച്ച് വിവാദങ്ങൾ വരികയാണ്. നേരത്തെ രാഷ്ട്രപതിയുടെ വാഹനവ്യൂഹം പോയപ്പോൾ അബദ്ധത്തിൽ ആ വാഹനവ്യൂഹത്തിന്റെ ഇടയ്ക്ക് ആര്യ രാജേന്ദ്രന്റെ കാറ് വന്ന് പെട്ടുപോകുന്ന സംഭവം, അതൊന്നും വലിയ വിവാദമായി മാറിയില്ല. അതിനു മുമ്പും ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട പല പരാമർശങ്ങളും വിവാദ വിഷയമായി. ഇവിടെ വിഷയം ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എന്ന MLA ചേർന്ന് ഒരു KSRTC ഡ്രൈവർക്ക് നേരെ നടത്തിയതായി പറയപ്പെടുന്ന ഒരു ആക്രോശവും പരാമർശങ്ങളും പരാതികളുമാണ്. ഇത് സംഭവിക്കുന്നത് പട്ടം മുതൽ പാളയം വരെ നീണ്ടു നിൽക്കുന്ന ഒരു 3 കിലോമീറ്റർ ദൂരത്തിൽ നടന്ന, കാറും ബസ്സും തമ്മിൽ നടന്നതായി പറയപ്പെടുന്ന ഒരു മത്സരം, അല്ല എങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ചക്കളത്തി പോരാട്ടം എന്ന് മാത്രമേ എനിക്ക് പറയാനാവൂ. അതിന്റെ പരിണതഫലം എന്താണ്? ഗതാഗത നിയമങ്ങൾ തെറ്റിച്ചുകൊണ്ട് ഇടത്തുവശത്തുകൂടെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് ബസ്സിന് വട്ടം വെച്ച് കുറുകെ വെച്ചുകൊണ്ട് സീബ്ര ലൈനിൽ കാർ നിർത്തി എന്നതും, ശ്രീമതി ആര്യ രാജേന്ദ്രന്റെ ഭർത്താവ് സച്ചിൻ ദേവ് എന്ന MLA ഹൈഡ്രോളിക് സംവിധാനം ഉപയോഗിച്ച് തുറക്കേണ്ട ബസ്സിന്റെ ഡോർ ബലമായി പിടിച്ചു തുറന്നു എന്നും അതിനകത്ത് കയറി യാത്രക്കാരെ പുറത്തിറങ്ങാൻ പ്രേരിപ്പിച്ചു എന്നുമൊക്കെയാണ് ആരോപണങ്ങൾ വരുന്നത്. ഇതിന് പിന്നിൽ സത്യങ്ങളും അർത്ഥസത്യങ്ങളും അസത്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം നടന്നതിന് പിന്നിലെ ഗുണദോഷങ്ങളല്ല ഇവിടെ പറയുന്നത്. ഇതിന് പിന്നിലെ വലിയ ഒരു ചിന്തയുണ്ട്. ആ ചിന്തയുടെ പേരാണ് സ്ട്രക്ചറൽ വയലൻസ്. ഇവിടെ ഘടനകൾ തന്നെ വയലന്റ് ആവുകയാണ്. ഇവിടെ നമുക്കറിയാം, നമ്മുടെ ഭരണഘടനാപരമായി നിയമവാഴ്ച നിലവിലുള്ള രാജ്യമാണ് ഭാരതം. നിയമവാഴ്ച എന്ന് പറഞ്ഞാൽ എന്താണ്? ഭരണഘടനയാണ് ഏറ്റവും ഉദാത്തവും എല്ലാത്തിനും ഉപരിയായി നിൽക്കുന്നത്. നിയമമാണ് ആത്യന്തികം. നിയമത്തിന് മുന്നിൽ, ഭരണഘടനാപരമായി ഉണ്ടാക്കപ്പെടുന്ന നിയമത്തിന് മുന്നിൽ, അത് പാർലമെന്റ് ആകട്ടെ, ഭരണഘടനാ നിയമങ്ങളാകട്ടെ, പാർലമെന്റ് ഭരണഘടന അനുസരിച്ച് ഉണ്ടാക്കുന്ന ദൈനംദിന കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള നിയമങ്ങളാകട്ടെ,
ആ നിയമങ്ങൾ പ്രധാനമന്ത്രി മുതൽ തൂപ്പുകാരൻ വരെ പ്രായ വ്യത്യാസമില്ലാതെ, ലിംഗവ്യത്യാസമില്ലാതെ, പദവി വ്യത്യാസമില്ലാതെ, ഈ സാമ്പത്തിക പരിഗണനയുടെ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരേ നിയമങ്ങൾ ഒരേപോലെ ബാധകമാവുകയും എല്ലാ നിയമങ്ങളും ഒരേ തരത്തിലുള്ള കോടതികൾ ഒരേ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയും അതിനനുസരിച്ച് നീതി ലഭിക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് നിയമവാഴ്ച. ഇവിടെ ഡ്രൈവർ യദുവിന് ഒരു നിയമവും നീതിയും, അതുപോലെ മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവിനും മറ്റൊരു നിയമവും മറ്റൊരു നീതിയും ഒരേ വിഷയത്തിൽ എന്ന് വന്നാൽ നിയമവാഴ്ച ഇവിടെ അട്ടിമറിക്കപ്പെടും. ഇതാണ് കാതലായ ചോദ്യം. ഈ നിയമവാഴ്ച സംരക്ഷിക്കാനുള്ള ചുമതല ആർക്കാണ്? ഭരണകൂടത്തിനാണ്. അത് നോക്കേണ്ട, അതിന് മേൽനോട്ടം വഹിക്കേണ്ട കോടതിക്കാണ്. കോടതിയിൽ ഒരു കേസ് വന്നാൽ, കോടതി കേസ് വരണമെങ്കിൽ എന്താണ്? പോലീസ് FIR ഇടണം, കേസ് രജിസ്റ്റർ ചെയ്യണം, അതങ്ങനെ മുകളിലേക്ക് പോകണം. പോലീസ് സംവിധാനം ഉൾപ്പെടെ ഭരണത്തിലിരിക്കുന്ന ആളുകളുടെ വേണ്ടപ്പെട്ടവരുടെ, ശ്രീമതി ആര്യ രാജേന്ദ്രൻ CPM-ന്റെ അംഗമാണ്, കൗൺസിലറാണ്. ഭർത്താവ് സച്ചിൻ ദേവും CPM-ന്റെ നേതാവാണ്, MLA ആണ്. അപ്പൊ CPM-മായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ പോലീസ് അവരെ പ്രതിസ്ഥാനത്ത് നിർത്താതെ അവരെ രക്ഷിച്ചെടുക്കുകയും എന്നാൽ അവർക്കെതിരെ നിൽക്കുന്ന ശക്തികളെ പരമാവധി അവരുടെ പരാതികൾ കേട്ടില്ല എന്ന് നടിക്കുകയും ചെയ്യുന്ന ഒരു ഇരട്ടത്താപ്പുണ്ടെങ്കിൽ അവിടെ നിയമവാഴ്ച അപ്രസക്തമാകും. അത് മാത്രമല്ല, അങ്ങനെയാണ് സ്ട്രക്ചറൽ വയലൻസ് മുന്നോട്ട് പോകുന്നത്. അത് മാത്രമല്ല, ആർട്ടിക്കിൾ 21, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21-ലെ റൈറ്റ് ടു ലൈഫ് എന്നൊരു സങ്കല്പമുണ്ട്. നോ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഷാൽ ബി ഡിപ്രൈവ്ഡ് ഓഫ് ഹിസ് റൈറ്റ് ടു ലൈഫ് ഓർ പേഴ്സണൽ ലിബർട്ടീസ് except according to the procedure established by law. ഈ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് പറയുന്നത് ഇതാണ്. നിയമം അനുശാസിക്കുന്ന രീതിയിൽ അല്ലാതെ ഒരുവനെയും അന്യായമായി തടവിൽ വയ്ക്കാനോ ശിക്ഷിക്കാനോ ഒന്നും ഇവിടെ അവകാശമില്ല. അങ്ങനെയെങ്കിൽ യദു എന്ന ഡ്രൈവർ ചെയ്ത തെറ്റെന്താണ്? അത് തെളിയിക്കാനുള്ള എല്ലാ ഉപാധികളും ഉണ്ടായിരിക്കെ, ക്യാമറ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കെ, അതിന്റെ ഡിസ്ക് കാണാനില്ല, ഹാർഡ് ഡിസ്ക് കാണാനില്ല, അതിന്റെ അതുമായി ബന്ധപ്പെട്ട തെളിയിക്കുന്ന ചിത്രങ്ങൾ അടങ്ങുന്ന എന്ത് സംവിധാനമുണ്ടോ അതൊന്നും കാണാനില്ല എന്ന് പറയുമ്പോൾ എവിടെയൊക്കെയോ ആരൊക്കെയോ പ്ലോട്ട് ചെയ്യുന്നു. അപ്പൊ ഈ സംഭവം ഒരു ഒറ്റപ്പെട്ട സംഭവമാണോ? അല്ല, ഒരു സീരീസ് ഓഫ് ഇൻസിഡൻസ്, കൊലപാതകങ്ങൾ, പാർട്ടി കൊലപാതകങ്ങളിൽ ബന്ധപ്പെടുന്ന ആളുകളുണ്ട്. ഒരുപക്ഷെ കൊട്ടേഷൻ സംഘങ്ങൾ അവിടെ വിളഞ്ഞാടുന്നുണ്ട്. അവിടെയൊക്കെ പ്രതിയായി ചേർക്കപ്പെടുന്നത് ഇതുമായി യാതൊരു ബന്ധമില്ലാത്ത പ്രതികളെ പാർട്ടി ഒരുപക്ഷെ ഹാജരാക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു രീതി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഒരുപക്ഷെ ശ്രീ പിണറായി വിജയൻ പറഞ്ഞത്, ഭംഗ്യാന്തരേണ പറഞ്ഞത്, ഈ പാർട്ടിയെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ചുക്കും അറിയില്ല. ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞതിന് ഒരു പോസിറ്റീവ് സൈഡ്, പാർട്ടി ആഴത്തിൽ ആഭ്യന്തരമായി പരിശോധന നടത്തും, പാർട്ടി സ്റ്റഡി നടത്തും. സ്റ്റഡി ക്ലാസ്സുകൾ മാത്രമല്ല, ഏത് വിഷയം വന്നാലും പാർട്ടി സമിതിക്കുള്ളിൽ ബന്ധപ്പെട്ട പാർട്ടി ഘടകത്തിനുള്ളിൽ അത് പരിശോധിക്കും. ഏത് ഘടകവുമായി ബന്ധപ്പെട്ട ആളാണോ അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ആ ഘടകം അദ്ദേഹത്തെക്കുറിച്ചുള്ള ആരോപണങ്ങൾ പരിശോധിക്കും, പരിഹാരം നിർദ്ദേശിക്കും. പക്ഷെ പലപ്പോഴും പരിഹാരങ്ങൾ പാർട്ടിക്കുള്ളിലെ ചെറിയ നടപടികളായി മാറുകയും പൊതുസമൂഹം അതറിയാതെ പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നൽകിയത്. പക്ഷേ പാർട്ടിക്കുള്ളൊരു ആഭ്യന്തര ജനാധിപത്യമുണ്ട്, ഉൾപാർട്ടി ജനാധിപത്യമുണ്ട്. ഡെമോക്രാറ്റിക് സെൻട്രലിസം എന്നാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി രീതികളുടെ പേര്. കീഴ്ഘടകങ്ങൾ മേൽഘടകങ്ങളെ തിരഞ്ഞെടുക്കുന്നു, ആ ഘടകങ്ങൾ അതേക്കാൾ മേൽഘടകങ്ങളെ തിരഞ്ഞെടുക്കുന്നു. അങ്ങനെ പോളിറ്റ് ബ്യൂറോയും ജനറൽ സെക്രട്ടറിയും വരെ പദവി എത്തി നിൽക്കുകയും എന്നിട്ട് താഴേക്ക് ആ ഒരു കമാൻഡ് കൺട്രോൾ കമ്മ്യൂണിക്കേഷൻ സംവിധാനം പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതിയാണല്ലോ ഡെമോക്രാറ്റിക് സെൻട്രലിസം. ആ ഡെമോക്രാറ്റിക് സെൻട്രലിസത്തിനും ഉൾപാർട്ടി ജനാധിപത്യത്തിനും ഉൾപാർട്ടി അന്വേഷണങ്ങൾക്കും ഒക്കെ തീർച്ചയായും പ്രാധാന്യമുണ്ട്. പക്ഷേ വേണ്ടപ്പെട്ടവരുടെ പരമാധ്യക്ഷനായ അല്ലെങ്കിൽ ഡിഫാക്ടോ നേതാവ് ശ്രീ പിണറായി വിജയൻ തന്നെയാണ്. പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് ഉണ്ട്, അല്ലെങ്കിൽ സീതാറാം യെച്ചൂരി ഉണ്ട് എന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ കേരളത്തിലാണ് ഏറ്റവും അധികം ശക്തി CPM-നുള്ളത്. അതിന്റെ ഏറ്റവും വലിയ നേതാവ് ജനറൽ സെക്രട്ടറി ആവണം. MV ഗോവിന്ദനേക്കാൾ ശക്തി യഥാർത്ഥത്തിൽ ഡിഫാക്ടോ അതോറിറ്റി ശ്രീ പിണറായി വിജയനാണ്. അപ്പൊ ശ്രീ പിണറായി വിജയന്റെ ഒരു താല്പര്യം ഇതിൽ അന്തർലീനമാണ് എങ്കിൽ ശ്രീമതി ആര്യ രാജേന്ദ്രനെ തൊടാനാവാത്തൊരവസ്ഥ ഉണ്ടായി എങ്കിൽ അത് നിയമവാഴ്ചയോടുള്ള അല്ലെങ്കിൽ നിയമ സംവിധാനം മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു വലിയ വെല്ലുവിളിയാണ് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ടാണ് ആര്യ രാജേന്ദ്രൻ വിഷയം നമ്മൾ പല ആംഗിളിൽ ഒരാഴ്ചയിലധികമായി കേരള സമൂഹം ആഴത്തിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ഇതിൽ അന്തർലീനമായിരിക്കുന്ന യഥാർത്ഥ വിഷയം എന്ന് പറയുന്നത് പാർട്ടിയുടെ രീതികളാണ്. അത് മാത്രമല്ല നിഗൂഢമായ രീതികളാണ്. അപ്പോൾ വീണ്ടും വരുന്ന പാർട്ടി അംഗങ്ങൾക്കെതിരെ, നേതാക്കൾക്കെതിരെ വരുന്ന ആരോപണത്തെ എങ്ങനെയാണ് പാർട്ടി പ്രതിരോധിക്കുന്നത്? അപ്പൊ എല്ലാ സമയത്തും പ്രതിരോധത്തിലാകുമ്പോൾ പാർട്ടി ചെയ്യുന്നത് ഒരുപക്ഷെ നിയമ സംവിധാനത്തെയും പോലീസ് സംവിധാനത്തെയും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് അതിൽ നിന്നും സമർത്ഥമായി തലയൂരുന്ന കാര്യം ശ്രീമതി ആര്യ രാജേന്ദ്രൻ വിഷയത്തിലും സംഭവിക്കാൻ തന്നെയാണ് ഇവിടെ സാധ്യത.